പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ഓച്ചുംതുരുത്ത് ഓമന തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം അല്ലാച്ചി നാടകരചന ഓച്ചുംതുരുത്ത് ഓത്തുണ്ട്. ഗതാഗതം ഓന്തുണ്ണി ഓച്ചുംതുരുത്ത് അടിയ. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ അടിക്കുന്നത് പറഞ്ഞില്ലേ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാടകത്തിൽ അഭിനയിക്കുന്ന 4 പ്രധാന കഥാപാത്രങ്ങൾ വന്നിട്ടില്ല. ഇപ്പൊ അതിനു പകരം നാടകം എന്തെന്ന് പോലും അറിയത്തില്ലാത്ത, ജീവിതത്തിൽ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടേ ഇല്ലാത്ത 4 യുവമിഥുനങ്ങളെ മുത്തൂർ സ്റ്റേഷനിൽ നിന്ന് തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗൊക്കെ പഠിപ്പിച്ചാണ് നാടകം ഞാൻ ഇവിടെ അർജിച്ചിരിക്കുന്നത്. നാടക സംവിധാനം ഓന്തുണ്ണി ഓച്ചുംതുരുത്ത്, അതായത് ഈ ഞാൻ തന്നെ. അടിയില്ല. നാടകം ആരംഭിക്കുന്നു. നീ തന്നെ അവനെ തള്ളി വിടാ ഇങ്ങോട്ട്. നീ തന്നെ ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോ. ഇവിടെ മൈക്കിന് മുമ്പ് ഇരിക്കണ. അയ്യോ ഇവന്മാര് നാളെ വിളി. ഇവിടെ മൈക്കിന് മുമ്പ് ഇരിക്ക. ഡയലോഗൊന്നും തെറ്റിക്കരുത്, അറിയാമല്ല. നാടകം പൊളിക്കരുത്. ചിരിക്കുന്നു. എടാ പഴം പുഴുകി തിരിച്ചിരിക്കാല്ല പറഞ്ഞത്, അട്ടഹസിക്കുന്നു. അതും തോന്നാ. എടാ അട്ട അട്ട അട്ട. അയ്യോ എവിടെ എവിടെ എവിടെയാ എന്തുവാ? എടാ ആട്ടയുടെ കാര്യമല്ല പറഞ്ഞത്, അട്ടഹസിക്കാൻ. അതെങ്ങനാ? അടിപൊളി അടിപൊളി. അതിവിടെ പറഞ്ഞാണ്. ഉലാത്തുന്നു. എടാ ഉലാത്താൻ. അതെങ്ങനാ? എടാ അങ്ങോട്ട് നടക്കാൻ. അത് പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ, വെറുതെ കുലാത്തുന്നു കുലാത്തുന്നു. നടക്കണം. എടാ ആ സ്കില്ലിന്റെ കാര്യമല്ല വൃത്തിയോടെ പറഞ്ഞത്, ഫോട്ടോയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ നിൽക്കാൻ. മകള് വരുന്നു മകള് വരുന്നു, പെണ്ണ് വരുന്നു പെണ്ണ് വരുന്നു. എടാ എല്ലാം നീയാണോ? അവിടെ അനങ്ങാൻ നിൽക്കുക. എടാ നീ അച്ഛനല്ല, അങ്ങോട്ട് പോ. അവളെ ഇറക്കണ അവനെ ഇറക്കണ. നീ നൈറ്റേ കാത്തി. മൂന്ന് വട്ടം രക്ഷിക്കണം മുതലാളിയെ രക്ഷിക്കണം. എന്റെ പൊന്നു കണ്ടുമ്പോൾ 3 വട്ടം പറയാലോ പറഞ്ഞ, അല്ല 3 പ്രാവശ്യം മുതലാളിയെ രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളിയെ രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളിയെ രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. എടാ പുച്ഛം കാണിക്ക. അതെങ്ങനെ? ഒരു മിനിറ്റ്. 2 മാസം കഴിഞ്ഞ 2 മാസമായി ഞാനിവിടെ ജോലിക്ക് വരുന്നു. 6 മാസം ഞാൻ ഗർഭിണിയാണ് മുതലാളി. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എന്നോട് എപ്പോഴും ചോദിക്കും എന്റെ അച്ഛനാരാന്ന്. അപ്പോൾ ഞാൻ പറയും ഈ നിൽക്കുന്ന ഈ മാറി നിൽക്കുന്ന എന്റെ മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് ഒന്ന് ആവശ്യത്തിൽ പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാല്ലോ പറഞ്ഞു. ഒന്ന് പതുക്കെ പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞേ. എന്നെ ആക്ഷേപിക്കാൻ നോക്കുന്നത് എന്നെ ഇച്ഛ 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 കഷ്ടത്തിന്റെ ഇച്ഛ. ആ അച്ഛനൊന്ന് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റും? എന്നെ ആ പറഞ്ഞ സാധനമാക്കാൻ നോക്കുന്നത് നിനക്കൊരു ഭാഷണല്ലേടി. നിനക്കൊരു ഭാഷണല്ലേടി. അല്ല കേട്ടോ. നിലാവുള്ള രാത്രിയിൽ മാവുച്ചുവട്ടിൽ എന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ തെറ്റുമുണ്ടും തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി എന്നെ കാണാൻ എന്റെ അരികിലേക്ക് ഓടി വന്ന എന്റെ മന്ദസ്മിതമേ, നിന്നെ വാരിപ്പുണരുവാൻ എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കുന്നു. ആര്? എവിടെ? അയ്യോ ഓടിക്കോ. ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ്. മുതലാളി മാത്രം രംഗത്താ. മുതലാളി മാത്രം രംഗത്തിക്കണം. ഇങ്ങോട്ട് നിൽക്കണം. മുതലാളി മാത്രം രംഗത്ത്. ആ ഉലാത്തുന്നു. അങ്ങോട്ട് നട. അച്ഛൻ വരുന്നു. ഞാനാണ്. എടാ എല്ലാം നീയാണോ? അച്ഛൻ വരുന്നു. അച്ഛനെ തള്ളി വിടുക അവനെ. എന്റെ ഷർട്ട് കെട്ടിട്ട് വരുന്നത്. മിണ്ടാ നിൽക്കണ അവളെ. വിളിക്കുന്നു. മുതലാളി വിളി കേൾക്കുന്നു.
എന്റെ ദൈവം ഇമാര് നാളെ വിളി കണ്ട മീൻകാരേക്കാളെ എന്റെ ദൈവം ഞാൻ വിളിച്ച് കയറ്റി വെച്ചിരിക്കുന്നത്. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഓ ആൽഫ്രഡ് വിസ്പി അല്ല, ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഈ പേരൊന്നും ഞാൻ പറയൂലെന്ന് പറഞ്ഞതല്ലേ? ഓ ഗോപി. ഓ ഗോപി. ഓ ഗോപി അല്ല, പി കെ ഗോപി. ഓ പി കെ ഗോപി. വന്നതിന്റെ ഉദ്ദേശം? വന്നതിന്റെ ഉദ്ദേശം 2 മാസം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ മോളെ 6 മാസം ചെറുപ്പണിയാക്കിയ ദുഷ്ട എന്നെ വിട്ടില്ല ഞാൻ. അട്ടഹസിക്കുന്നു, അട്ടഹസിക്കുന്നു. നിന്നോട് ഞാൻ പകരം ചോദിക്കും, നിന്നോട് ഞാൻ പകരം ചോദിക്കും, എന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരുത്തം പറ. ഒരുത്തം പറയടാ. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരുത്തം പറ. ഞാൻ പറഞ്ഞോളാം. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട, നിന്ന് അട്ടളപ്പുത്ത നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട, നിന്ന് ആ പറഞ്ഞ വസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു, ചാടി വീഴുന്നു. എടാ ദേലോ ചാടി വീഴാ. ചാടുന്നു വീഴുന്നു. എടാ മുതലാണ് ദേഹത്തെ ചാടി വീഴ. ചാടുന്നു വീഴുന്നു. കഴുത്തിൽ കുത്തിപ്പിടി, കഴുത്തിൽ കുത്തിപ്പിടി. അയ്യോ നിന്റെ കഴുത്തിൽ മുതലാണ് കുത്തിപ്പിടിടാ. പിടി തോക്ക്, മുതലാളി തോക്ക്, മുതലാളി തോക്ക്. ഞാൻ തോക്കൂല, അവൻ തോക്കുന്നു. തോക്കെടുക്കാൻ തോക്കെടുത്തില്ല. എന്റെ അമ്മോ നാടകം പൊളിഞ്ഞല്ലോ. അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഞാൻ അഡ്ജസ്റ്റ് കൊണ്ടുത്തരാം. ആര് കാണാൻ ഞാൻ അഡ്ജസ്റ്റ് കൊണ്ടുത്തരാന്ന്. അവൻ കൊടുത്തത് ഞാൻ കൊണ്ടുത്തരാ. ആര് കാണാൻ അഡ്ജസ്റ്റ് കൊണ്ടുത്തരാന്ന്. ആരും കണ്ടിട്ടില്ല. എന്നാ അഡ്ജസ്റ്റ് ചെയ്ത് വെടിവെക്കുന്നു, വെടിവെക്കുന്നു. അയ്യോ എന്നെ അല്ല, അവിടെ എവിടെയാ മരിച്ചു വീഴുന്നു. എടാ വിവരം കണ്ടത് നീ ഇവിടെ നീ മരിച്ചു. അവൻ മരിച്ചു വീഴുന്നു. അയ്യോ ചിരിക്കുന്നു. മകൻ വരുന്നു, മകൻ വരുന്നു. ഞാനാണ്. മുതലാളി 2 മാസം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ കുഞ്ഞു പെങ്ങളെ 6 മാസം ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ നിന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് വീഴ്ത്തിയ ദുഷ്ട, നീ പുഴുത്തു ചാവും. തന്റെ വെടിയുണ്ട ഏറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛൻ ഇത് എവിടെ പോയി? ഞാനിവിടെ ഉണ്ടോ? എങ്ങനെയാണ് അജിക്ക് പറ. ഡയലോഗ് മാറ്റി പറഞ്ഞോളാം. ഇവിടത്തെ ഉറുമ്പുകടേറ്റ് സഹിക്ക വയ്യാതെ അപ്പുറത്ത് പോയി മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ചു വന്ന ദുഷ്ട, നീ പുഴുത്തു ചാവും. കണ്ട എന്നെ ബ്രാവണ കണ്ട മിണ്ടായ ഡയലോഗല്ലേ സൗവർണിക വാരി. എന്താ ചേട്ടാ, എന്താ ചേട്ടാ, എന്താ ചേട്ടാ? അമ്മ അയ്യോ അയ്യോ ചീത്ത വിളിക്കല്ലേ, മാലിമാർക്ക് ഏതാണ്? നിന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മോളെ നീ ഒരു ഗർഭിണിയായി. എന്തോന്നാണ് പറയുന്നത്? നിന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മോളെ നീ ഒരു കുടുംബിനിയായി കാണും. എന്ത് പറ്റി മോളെ നിനക്ക്? ഒരു കറുത്ത വെള്ളിയാഴ്ച ജംബോ ഫ്ലൈറ്റിന്റെ ഓഫ് ലോഡും കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ് റൂമിൽ വിശ്രമിക്കാൻ ചെന്നപ്പോൾ എന്റെ മുതലാളി അതായിരുന്നു കോമഡി ചാനലിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ടയുടൻ മുതലാളി ഫാഷൻ ചാനലിട്ടു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്റെ പൊന്നു ചേട്ടാ. ഇവിടെ തെറ്റ് ചെയ്തത് ഈ പാവം മുതലാളിയല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ കുഞ്ഞു പെങ്ങളുമല്ല. ഇവിടെ തെറ്റ് ചെയ്തത് ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് സ്കൈ ഷെഫിലെ എച്ച്ഒഡികളോട് ഒന്നേ പറയാനുള്ളൂ, വർക്ക് കഴിഞ്ഞാൽ സ്റ്റാഫിനെ ട്രെയിനിങ് സെന്ററിൽ വിശ്രമിക്കാൻ വിടരുത്. എങ്കിൽ നിങ്ങൾക്കും ഇതാണ് അനുഭവം. അയ്യോ നാടകോ അല്ല. എനിക്കൊരു സംശയം. സത്യത്തിൽ ഇതാണ് ഗർഭപാത്രം?